നമ്മൾ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ എയർലൈനറോ അതല്ലെങ്കിൽ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നമുക്കത് ഗുണമാണെന്ന് തോന്നിയത് മാത്രം, അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏത് ചെടിയിലും നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതുപോലെ കായ്ക്കും. കാണാമോ? കായകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല കാണാതെ ഏത് സ്വീറ്റ് ലൂവി ആണെങ്കിലും ഇതാണെങ്കിലും നങ്കടക്കാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് പ്രായമാകുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കായ്ഫലം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് എൽ സി കെ ജോൺ എന്നാണ് ഫുൾ നെയിം. ഞാനിവിടെ മരങ്ങാട്ടുപള്ളി, അതായത് പാലടുത്ത് മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ ആണ് എൻ്റെ വീട്ടുപേര് ഈഴക്കുന്നേൽ എന്നാണ്. ഞാൻ ഇവിടെ ഏതാണ്ട് ഒരു 130ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ ഒരുവിധം നല്ല പ്ലാന്റ്സിനെ മാത്രം ഞാനിപ്പോൾ സെലക്ട് ചെയ്ത് വളരെ മോശമാണെന്ന് തോന്നിയതിനെയൊക്കെ ഞാൻ മാറ്റി പിന്നെയും ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് പല പ്ലാന്റ്സും ഇപ്പോൾ ലോങ്കൻ പോലത്തെ ഫ്രൂട്ടൊക്കെ നല്ല വെറൈറ്റി നമുക്ക് കിട്ടി. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ട് വളരെ മോശമായിട്ടുള്ള ചിലതൊക്കെ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇതിൽ തന്നെ പിസ്ത എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മനസ്സിലായി ഒന്നും വലിയ ഗുണമില്ലെന്ന്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെയൊക്കെ മാറ്റി നമ്മൾ ഇതാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മളുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ വച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയ പ്ലാന്റുകളാണ് എല്ലാം ഫ്രൂട്ട്സ് ആയത്. അതായത് പല ഫ്രൂട്ട്സും നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സാണ്, പലയിടത്തും ഇല്ലാത്തതാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം സ്വീറ്റ് ലൂവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മറ്റുള്ള ലൂവികളിൽ നിന്ന് വ്യത്യാസമാണ്. നമുക്കിതിന് നല്ല മധുരമാണ്. അതുപോലെ നമുക്ക് മുന്തിരിങ്ങയുടെ തന്നെ വലിപ്പമുണ്ട്. അതുപോലെ നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബഞ്ചായിട്ടാണ് ഉണ്ടാവുന്നത്. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഈ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പം എയർ ലെയർ ചെയ്തിട്ടുണ്ട്. കാണാമോ? അതായത് മാതൃസസ്യത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ഉൾക്കൊള്ളിച്ച് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എയർ ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എയർ ചെയ്ത തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ സ്വീറ്റ് ലൂവിയെക്കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റുള്ള ലൂവിയയിലും കൂടുതലുണ്ടാകുന്നു എന്നുള്ള ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സ്വീറ്റ് ലൂവി തന്നെ പല വെറൈറ്റി ഉണ്ട്. നമ്മളുടെ ഇത് ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി. കാരണം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വെച്ചാൽ 3-4 സീസൺ ഒരേ സമയത്ത് തന്നെ. ഇപ്പോൾ കണ്ടോ? കാണാമോ? ഓൾ സീസൺ ആണല്ലേ? അതെ, ഓൾ സീസൺ ആണെന്ന് മാത്രമല്ല ഓൾറെഡി ഇത് പൂക്കളാണ്. ഇത് ഈ ഒരു സെറ്റ് പൂക്കളായിട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സെറ്റ് തീരെ ചെറുതായിട്ടിരിക്കുന്നു. കണ്ടോ? അതുപോലെ തന്നെ ചിലത് ഇതേണ്ട പഴുക്കാറായി നിൽക്കുന്നു. അതായത് ഒരേ സമയത്ത് തന്നെ 3 ഉണ്ടാവുന്നു പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു വലിയ സീസൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് എപ്പോഴും കായ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു പ്രത്യേകതയാണ്. പിന്നെ മാത്രമല്ല നമ്മളിത് പ്രൂൺ ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിറച്ച് കായാണ്, ഇല കാണാതെ പൂക്കും ഇത്. പിന്നെ വളരെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാകും. നമുക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടെ എല്ലാം ഇപ്പം ഒരു പക്ഷേ പൂത്തോണ്ടേ ഇരിക്കുക. അതോടൊപ്പം തന്നെ ഒരു സെറ്റ് മുഴുവൻ തന്നെ കായ്ച്ചോണ്ട് നല്ല കായായിട്ടിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മളിപ്പോൾ എയർ ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഏകദേശം എത്ര വർഷമായ പ്ലാന്റ് ആണ്? ഇതിന് ശരിക്കും ഒരു 3 വർഷമേ ഉള്ളൂ. ഈ 3 വർഷമായപ്പോൾ തന്നെ കൊണ്ട് നമുക്ക് ഇത്രയും ഗ്രോത്ത് കിട്ടി. 2.5 വർഷമായപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഇത് കായ്ച്ച്. ആദ്യത്തെ ഒരു സീസൺ എന്ന് പറയാനില്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾ സീസണാണ്. ആദ്യത്തെ ട്രിപ്പ് ഉണ്ടായപ്പോൾ കുറേ അങ്ങ് പൊഴിഞ്ഞു പോയി ഫസ്റ്റ് ഉണ്ടായപ്പോൾ. പിന്നെ തൊട്ടുള്ളതിൽ നല്ല കായ നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് ഇതിനകത്തുനിന്ന്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഒരു ദൃഢതയുണ്ട്. ശരിക്കും ഇതിൻ്റെ കളർ നല്ല ബ്ലാക്കായിട്ട് വരുമ്പോഴാണ് ഇത് നല്ല രീതിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും കളർ നല്ലതായിട്ട് വരും. മറ്റുള്ള ലൂവിയിൽ വ്യത്യാസം എന്ന് വെച്ചാൽ വലിപ്പം. ഇത് തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം മറ്റുള്ള ലൂവിക്ക് ഇത്രയും വലിപ്പമല്ലേ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോശമായി. പക്ഷേ ഇത് കണ്ട വലിപ്പത്തിലുള്ള വ്യത്യാസം ഇതായിട്ടില്ല. ആക്ച്വലി മുന്തിരിങ്ങയിലും വലിപ്പമുണ്ട്. ശരിക്കുള്ള മുന്തിരിങ്ങയിലും വലിപ്പമുണ്ട്. ഇതിനേലും ഇത് ഇച്ചിരി ബ്ലാക്ക് കളറാകും. അതുപോലെ ഇച്ചിരി സൈസും ആകും. മഴക്കാലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതിന്? ഇല്ല, മഴക്കാലത്താണ് നല്ല വലിപ്പം കൂടുതൽ. പിന്നെ നമുക്ക് സ്വീറ്റിന് ആണെങ്കിലും തന്നെ നമുക്ക് മഴക്കാലത്താണേലും നല്ല സ്വീറ്റാണിത്. എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് വെച്ചത്. നമുക്കിതിൻ്റെ എയർ ലെയർ നമ്മൾ ചെയ്യുന്നുണ്ട്. ആകുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ നമുക്ക് പ്ലാന്റ് വന്ന് കണ്ടിട്ട് വേണമെങ്കിലും തരാമെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സ്വീറ്റ് ലൂവി എയർ ലെയർ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു 10-700 എണ്ണം നമ്മളിപ്പം എയർ ലെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ ഇതൊരു 2 മാസമായി. ഇപ്പോൾ എല്ലാത്തിലും പയ്യെ വേര് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വേര് വന്ന് അതിൻ്റെ വേറെ ഇതിലേക്കൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി ആകുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെയൊക്കെ വെച്ചിട്ട് വേസ്റ്റായി പോകുന്നു. പക്ഷേ നമ്മുടെ സാധനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒറിജിനലാണെന്ന് മാത്രമല്ല നമ്മളുടെ സാധനത്തിന് നല്ല സീസൺ ഇല്ലാതെ കായ്ക്കുകയും
അതുപോലെ ഒരുപാട് കായ്ക്കുകയും ചെയ്യും. ഇപ്പോൾ എയർ ലെയർ ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് ഒരുപാട് ബുഷിയായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മൾ ഈ പ്ലാന്റ് തന്നെ കൂടുതൽ ഫ്ലവേഴ്സും ബ്രാഞ്ചസും ഉണ്ടായി, അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒരുപാട് കൂടിയിട്ടുണ്ട്. എയർ ലെയർ ചെയ്തതുകൊണ്ട് മരത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നതായിട്ട് ഇല്ല, എയർ ലെയർ ചെയ്തതോടുകൂടി മരം കുറെ കൂടി, ഇനിയിപ്പോൾ അതിൻ്റെ നമ്മൾ പ്രൂണും കൂടി ചെയ്തു, പ്രൂൺ ഐ മീൻ അതിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ, അപ്പം തന്നെ അതിനൊരു ഷേപ്പും ആകും. അതോടൊപ്പം തന്നെ നമുക്ക് ചെടികൾക്ക് കുറച്ചുകൂടി കരുത്തും ആകും. മൊത്തം ചെടി നല്ല രീതിയിലായി വരികയും ചെയ്യും. അതുപോലെ നങ്കടക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രൂട്ടുണ്ട്, വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് മോസമ്പി. മോസമ്പിയുടെ കണ്ട വലിപ്പം, ഇതൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല വലിപ്പത്തിലുണ്ടാകുന്നുണ്ട്, മുകളിലോട്ടൊക്കെ ഉണ്ട്. ഇതും ഈ പറയുന്ന പോലെ 3 വർഷമേ ആയിട്ടുള്ളൂ, നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ എല്ലാ പ്ലാന്റും നമ്മൾ കൊടുക്കുന്നത് താല്പര്യപ്പെടുന്നുണ്ട്. പലതും നമ്മൾ എയർ ലെയർ ചെയ്യുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ട് വാങ്ങാം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നഴ്സറികളിൽ നിന്ന് പലപ്പോഴും വാങ്ങുന്നത് വഞ്ചിക്കപ്പെടാറുണ്ട്. ഇതിൻ്റെ വലിപ്പം നോക്കിയേ, ഓരോന്നിൻ്റെയും വലിപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ തൈകൾ നമ്മളൊന്ന് ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അതിനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പം ബഞ്ചായിട്ടുണ്ട് കണ്ടോ, ഒരു ഇതിൽ തന്നെ 2-3 എണ്ണം. ഇതിപ്പോൾ ഇതിൻ്റെ സൈസ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഏകദേശം എത്ര നാളുകൂടി ഒരു മാസം വേണ്ടി വരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ വലിപ്പം കണ്ടോ, നല്ല വലിപ്പത്തിലെ വ്യത്യാസം. ശരിക്കുള്ള നല്ല മധുരമുള്ള ഓറഞ്ചാണ്, ഓറഞ്ചല്ല മൊസമ്പി. ഇതിൽ നമ്മൾ കഴിഞ്ഞ വർഷം 4 എണ്ണം ഉണ്ടായുള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വർഷം അധികം ആയില്ല ഇത് തുടങ്ങിയിട്ട്. അപ്പം അതിന് നല്ല ടേസ്റ്റായിരുന്നു, അതോടൊപ്പം തന്നെ നല്ല സൈസും ഉണ്ടായിരുന്നു. നല്ല സിട്രസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് മൊസമ്പി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടങ്ങളിൽ പലപ്പോഴും നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന ഒന്നും കായ്ക്കാറില്ല. കായ്ച്ചാൽ തന്നെ വളരെ ചെറുതാണ്. മാത്രമല്ല ഒട്ടും മധുരമില്ലാത്ത ശരിക്കും ചിലരൊക്കെ പറയണ ഒരു സെൻസേഷൻ ഇല്ലാത്ത തരമാണ് ഇവിടങ്ങളിലൊക്കെ കിട്ടുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വെറൈറ്റിയാണ് ഞങ്ങൾ. അപ്പോൾ ഇത് ആണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട്ടിൽ പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണ്. നിറയെ നല്ല നല്ല ബുഷിയായിട്ട് നിറച്ച് കായ്ക്കുന്നവർ. പക്ഷേ ഇത് അത്ര ക്വാളിറ്റി അല്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ക്വാളിറ്റി ഉള്ള ഫ്രൂട്ട്സ് മാത്രമാണ് നമ്മൾ എയർ ലൈനറോ അതല്ലെങ്കിൽ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ തന്നെ അത് ടെസ്റ്റ് ചെയ്ത് നമുക്കത് ഗുണമാണെന്ന് തോന്നിയത് മാത്രം, അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് സാധാരണ ലൂബിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്കറിയാം, വളരെ ചെറുതാണ് ഇതിൻ്റെ കായ. കണ്ടോ, ഇതിന് ശരിക്കും പറഞ്ഞാൽ പുളിയാണ്, ഒട്ടും മധുരമൊന്നുമില്ല. പിന്നെ നമ്മൾ പഴുത്താലും ഒരു ഡീപ്പ് റെഡ് കളർ അല്ലെങ്കിൽ ഒരു മെറൂൺ കളർ എന്ന് പറയാൻ പറ്റുന്നു. പക്ഷേ നമ്മുടെ മറ്റേ സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡാർക്കാണ്, അത് വെച്ചാൽ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഇതിന് വലിപ്പം ഇത് സാധാരണ അച്ചാറിടാൻ, അതുപോലെ ഉപ്പിലിടാൻ, പിന്നെ വൈൻ ഉണ്ടാക്കാനും കൊള്ളാം. പിന്നെ ചിലരിത് ഉണക്കിയിട്ട് അച്ചാറിടാറുണ്ട്. ഇതിലും ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ കാരണം ഞാൻ ഇവിടെ മുഴുവൻ ചെയ്യുന്നത് ഓർഗാനിക്കിലാണ്. ഓർഗാനിക് വളങ്ങളാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് ഇത് ഓൾ സീസൺ അല്ല, ഇതിന് സീസണലാണ്. പിന്നെ ഞാനിതിനെല്ലാം ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ SPC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന SPCയുടെ വളങ്ങളാണ്. ആദ്യം തന്നെ നമ്മൾ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്ത് മണ്ണിനെ വളം എടുക്കാനായിട്ട് പ്രാപ്തയാക്കുന്നു. അതിനുശേഷം നമ്മൾ ഭൂമിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടങ്ങിയ വളം ഇട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനും നല്ല ഹരിതകം കിട്ടാനായിട്ട് ബയോഗ്രീൻ കൊടുക്കുന്നു. പിന്നെ കായ്ക്കേണ്ട പ്രായമാകുമ്പോൾ അമിനോ കൊടുത്തു. അത് കായകളെല്ലാം പൂക്കളെല്ലാം കായാകാൻ വേണ്ടി നമ്മൾ അതായത് സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുന്ന ഫ്രൂട്ട്സ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഏത് ചെടിയിലും നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇതുപോലെ കായ്ക്കും. കാണാമോ? കായകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല കാണാതെ ഏത് സ്വീറ്റ് ലൂവി ആണെങ്കിലും ഇതാണെങ്കിലും നങ്കടക്കാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് പ്രായമാകുമ്പോൾ തന്നെ നല്ല രീതിയിലാണ് ഇതിൻ്റെ അകത്ത് കായ്ഫലം. അതാണ് നമ്മുടെ വളത്തിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. കാരണം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശരിക്കും ഓർഗാനിക്കായിട്ട് ഈ SPCയുടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കേടുമില്ലെന്നുള്ളതാണ്. നമ്മുടെ നങ്കടക്ക് അപ്പോൾ നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ബഡ് ചെയ്തതുണ്ട്. കുറേ ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, നമ്മൾ ഈ നങ്കടക്ക് മാത്രം ബഡ് ചെയ്യുന്നത് ഭയങ്കര പാടാണ് കിട്ടാൻ. അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ നമ്മൾ ആഞ്ഞിലയിലും അതുപോലെ പ്ലാവിലും ഒക്കെ മാറി മാറി ബഡ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ. കാരണം ഒരുപാട് പേര് ഇതിന് ചോദിച്ചിട്ടുണ്ട്, ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം അത്ര ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ്, നമ്മളുടെ പ്ലാന്റാണ്. അപ്പം ഇത്രയും ഇവിടെ കുറേ ഭാഗം നമ്മൾ ഈ രീതിയിലും കുറേ ഭാഗം ഈ രീതിയിലും ചെയ്തു.